നമസ്കാരം. സ്വന്തം വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സർക്കാർ താലൂക്ക് ആശുപത്രി രോഗാവസ്ഥയിൽ. മോചനം കാത്ത രോഗികൾ. കിടക്കകളെല്ലാം ഒഴിഞ്ഞുകിടക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായാണ് നിലമ്പൂർ താലൂക്ക് ആശുപത്രിക്ക് ഇങ്ങനെയൊരു ദുരവസ്ഥ. പഴിചാരേണ്ടത് ആരെ? സേവന വേതന വ്യവസ്ഥകൾ പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് സ്വകാര്യ ബസ് തൊഴിലാളികൾ നടത്തിയ സമരം മലയോര മേഖലയിൽ പൂർണ്ണം. ജനം വലഞ്ഞു. താലൂക്ക് ആശുപത്രി സമരഭൂമിയായി. മുകളിൽ HMC യോഗം, താഴെ സമരങ്ങളുടെ വേലിയേറ്റം. ഡിവൈഎഫ്ഐ നേതാക്കൾക്ക് പരിക്ക്. വിജിലൻസ് അന്വേഷണത്തിന് HMCയുടെ ശുപാർശ. രാജിവെക്കേണ്ടതില്ലെന്ന് അലി. അറവുശാല അടച്ചുപൂട്ടിയതായുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ഉത്തരവാണ് അലിക്ക് തുണയായത്. പ്രത്യുപകാരമായി പഴയ ഭരണസമിതിക്കെതിരെ അലിയുടെ വക അഴിമതി ആരോപണവും. വാർത്തകൾ വിശദമായി. ഒഴിഞ്ഞ കിടക്കകളുമായി നിലമ്പൂർ താലൂക്ക് ആശുപത്രി. ചരിത്രത്തിൽ ആദ്യമായാണ് താലൂക്ക് ആശുപത്രിക്ക് ഇങ്ങനെ ഒരു ദുർവിധി ഉണ്ടാവുന്നത്. രോഗികളുടെ ഭയമാണോ ഡോക്ടർമാരുടെ നിസ്സഹകരണമാണോ ദുർവിധിക്ക് കാരണം? സ്വന്തം വാർത്തകളുടെ അന്വേഷണാത്മക റിപ്പോർട്ടിലേക്ക്. ചരിത്രത്തിലാദ്യമായി നിലമ്പൂർ താലൂക്ക് ആശുപത്രിയിലെ കിടക്കകൾ ഒഴിഞ്ഞുകിടന്നു. വർഷങ്ങളായി രോഗികളെ കൊണ്ട് വാർഡുകളുടെ വരാന്തയിൽ കൂടി പോലും നടക്കാൻ സ്ഥലമില്ലാതിരുന്ന ഇവിടെ പനി വാർഡിൽ പോലും ഒരൊറ്റ അഡ്മിറ്റും ദിവസങ്ങളായി ഇല്ല. ഓരോ വാർഡിലും 20ഓളം കിടക്കുകളുമുണ്ട്. ഇന്നലെ 11 പേരാണ് മൊത്തം അഡ്മിറ്റിലുള്ളതെന്ന് രേഖകൾ പറയുന്നു. പ്രതിദിനം 1200നും 1000നും ഇടയിൽ രോഗികൾ ഇവിടെ OPയിൽ പരിശോധനയ്ക്കെത്താറുണ്ട്. ഇപ്പോൾ 200ൽ താഴെ രോഗികളാണ് പരിശോധനയ്ക്കെത്തുന്നത്. ഇതിന്റെ കാരണം അടുത്ത കാലത്തായി ആശുപത്രിയിലുണ്ടായ മരുന്ന് വിവാദം മൂലം ആളുകൾക്കുണ്ടായ ഭയമാണെന്നാണ് പറയുന്നത്. എന്നാൽ അഡ്മിറ്റ് കുറവായത് ഡോക്ടർമാരുടെ അഡ്ജസ്റ്റ്മെന്റ് ആണോ എന്നും സംശയമുണ്ട്. കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിക്കുകയും ഏറ്റവും കൂടുതൽ സൌകര്യങ്ങളുമുള്ള ആശുപത്രിയായിരുന്നു ഈ ആതുരാലയം. ചില ജീവനക്കാർ സ്വകാര്യമായി ഞങ്ങളോട് പറഞ്ഞത് ഫിസിഷ്യൻ ഇല്ലാത്തതിനാലാണ് അഡ്മിറ്റ് നടപ്പാക്കാത്തതെന്നാണ്. എന്നാൽ ഈ വാദം ശരിയല്ല. ഒരു ഡോക്ടർ ഇല്ലെങ്കിലും മറ്റുള്ള ഡോക്ടർമാരെല്ലാം ഇവിടെയുണ്ട്. മാത്രമല്ല ലേബർ റൂമിൽ നല്ല തിരക്കുമാണ്. പ്രസവം മറ്റാശുപത്രിയിലേക്ക് മാറ്റാൻ പറഞ്ഞാൽ ജനരോഷം ഉണ്ടാവും എന്നും അധികൃതർക്കറിയാം. മരുന്ന് വിവാദത്തിൽപ്പെട്ട ഡോക്ടർക്കെതിരെ തെളിവുണ്ടായിട്ടും ഡോക്ടർമാരുടെ ഈ നടപടി ശരിയല്ലെന്നാണ് നാട്ടുകാരുടെ പക്ഷം. ആശുപത്രിയെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാനും പഴയ നിലവാരത്തിലേക്ക് എത്തിക്കാനും മറ്റുള്ളവരെക്കാൾ ചെയ്യാൻ കഴിയുന്നത് ഡോക്ടർമാർക്ക് തന്നെയാണ്. ഡോക്ടർമാരോട് ജനങ്ങൾക്ക് വിരോധമില്ല. തെറ്റ് ചെയ്തവരോടാണ് അല്പം വിരോധമുള്ളത്. അത് നിയമത്തിന് വിടുകയാണ് വേണ്ടത്. കാളികാവ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ മുഹമ്മദ് കുട്ടിയുടെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തിയ സംഘത്തിലെ 17 പേരെ വണ്ടൂർ CI അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായവരിൽ ഭൂരിഭാഗം പേരും കൂരാട് വരമ്പൻകല്ല് സ്വദേശികളാണ്. മാടമ്പം മമ്പാട്ടുമൂല ഭാഗങ്ങളിൽ നിന്ന് അനധികൃതമായി മണൽ കടത്തിയ വാഹനങ്ങൾ പിടികൂടിയതിനെ തുടർന്നാണ് പോലീസുകാരനും വീട്ടുകാർക്കും നേരെ ഭീഷണിയുണ്ടായത്. സമീപവാസി കൂടിയായ മുഹമ്മദ് കുട്ടി മണൽവേട്ട നടത്തിയ പോലീസ് സംഘത്തിൽ ഉൾപ്പെട്ടതാണ് മണൽ കടത്തുന്നവരെ ചൊടിപ്പിച്ചത്. 21 രാത്രിയാണ് 200 പേരടങ്ങുന്ന സംഘം കൂരാട് വരമ്പൻകല്ലിലെ പോലീസുകാരന്റെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തിയത്. മുഹമ്മദ് കുട്ടിയുടെ പിതാവ് മോയിക്കൽ മോയിൻകുട്ടിയുടെ പരാതിയിൽ വണ്ടൂർ CI കേസെടുക്കുകയും ചെയ്തു. വീട്ടിൽ അതിക്രമിച്ചു കടന്ന് ഭീഷണിപ്പെടുത്തിയ കേസിനാണ് ചൊവ്വാഴ്ച 17 പേർ പിടിയിലായത്. കൂരാട് വരമ്പൻകല്ലിലെ യാഷെ കമാൽ, സക്കരിയ, അബ്ദുൾ മനാഫ്, മുഹമ്മദ് സഫീർ, ഫൈസൽ, മുബഷീർ മോൻ, ജാബിർ, റിയാസ്, റിൻഷാദ്, കബിൽ, മുഹമ്മദ് ജംഷീർ, ഷൈജൽ, സിദ്ദിഖ്, ഹാരിസ് കമ്മുക്കുട്ടി, ഹാരിസ് KK, മുനീർ എന്നിവരെയാണ് വണ്ടൂർ CI മൂസ വള്ളിക്കാടൻ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടത്. പോലീസുകാരന്റെ കുടുംബത്തിന് നേരെ ഭീഷണിയുണ്ടായതിനെ തുടർന്ന് മലയോരത്ത് അനധികൃത മണൽക്കടത്തിനെതിരെ പോലീസ് നടപടി കർശനമാക്കിയിട്ടുണ്ട്. സംഭവത്തിന് ശേഷം നടത്തിയ തിരച്ചിലിൽ മാടമ്പം മമ്പാട്ടുമൂല പൊട്ടിക്കല്ല് തുടങ്ങിയ ഭാഗങ്ങളിൽ ഒളിപ്പിച്ചുവെച്ച 8 ലോഡ് മണൽ പോലീസ് പിടികൂടിയിരുന്നു. മുസ്ലിം സമുദായത്തിന്റെ മൊത്തക്കച്ചവടം ജമാഅത്ത് കൌൺസിലിനെ ഏൽപ്പിച്ചിട്ടില്ലെന്ന് നിലമ്പൂർ നഗരസഭാ ചെയർമാൻ ആര്യാടൻ ഷൌക്കത്ത്. കൌൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പൂക്കുഞ്ഞിന്റെ പ്രസ്താവനയ്ക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. മുസ്ലിം സമുദായത്തിന്റെ മൊത്തക്കച്ചവടം ജമാഅത്ത് കൌൺസിലിനെ മുസ്ലിം സമുദായം ഏൽപ്പിച്ചിട്ടില്ലെന്നും രാജ്യത്ത് വർഗീയത സൃഷ്ടിച്ച് അപകടം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ജമാഅത്ത് കൌൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പൂക്കുഞ്ഞിന്റേതെന്നും ഷൌക്കത്ത് പറഞ്ഞു. ഇതിന് അദ്ദേഹം സമുദായത്തോട് മാപ്പ് പറയണം. കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടനയിൽ കേരളത്തിൽ നിന്ന് മുസ്ലിം പ്രാതിനിധ്യം ഇല്ലാത്തത് കാരണം കോൺഗ്രസിലെ മുസ്ലിം നേതാക്കൾ രാജിവെക്കണമെന്ന പൂക്കുഞ്ഞിന്റെ പ്രസ്താവനയ്ക്ക് മറുപടി പറയുകയായിരുന്നു ഷൌക്കത്ത്. ദേശീയവാദികളായ മുസ്ലിം നേതാക്കളുടെ പങ്ക് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായകമായിരുന്നെന്നും അതിന് നേതൃത്വം കൊടുത്തത് കോൺഗ്രസ് ആണെന്നതും പൂക്കുഞ്ഞ് മറക്കരുത്.
പൂക്കുഞ്ഞിന്റെ പ്രസ്താവന രാജ്യദ്രോഹ കുറ്റമാണ്. അതിന് അദ്ദേഹം ജനങ്ങളോട് മാപ്പ് പറയണമെന്നും സ്വന്തം വാർത്തകൾക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ ആര്യാടൻ ഷൌക്കത്ത് പറഞ്ഞു. മുസ്ലിം ജമാഅത്ത് കൌൺസിൽ എന്നതിന്റെ പേരിൽ അതിന്റെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പൂക്കുഞ്ഞിന്റെ ഒരു പ്രസ്താവന കാണുകയുണ്ടായി. സത്യം പറഞ്ഞാൽ ഇത് ഭയങ്കര ധിക്കാരപരമായ ജാതീയ മതസ്പർദ്ധയുണ്ടാക്കുന്ന ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ആരാണ് ഈ പൂക്കുഞ്ഞിനെ പോലുള്ള ആളുകൾക്ക് മുസ്ലിങ്ങളുടെ മുഴുവൻ അവകാശം എഴുതി കൊടുത്തത് എന്നാണ് ഞങ്ങൾക്കറിയാത്തത്. കോൺഗ്രസിലെ കേന്ദ്ര മന്ത്രിസഭയുടെ പുനഃസംഘടനയിൽ മുസ്ലിം മന്ത്രിമാർക്ക് പ്രാതിനിധ്യം കിട്ടിയില്ല. അതുകൊണ്ട് കോൺഗ്രസിലെ മുസ്ലിം നേതാക്കന്മാർ രാജിവെക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന് കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയുടെ ചരിത്രം അറിയാത്തതുകൊണ്ടാണ്. കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന നിലനിന്നത് തന്നെ ഇന്ത്യ രാജ്യത്തെ മതത്തിന്റെ പേരിൽ വിഭജിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരെ ഇന്ത്യയിലെ കോൺഗ്രസിന്റെ മുസ്ലിം നേതാക്കന്മാർ ദേശീയവാദികളായ അബ്ദുൽ കലാം ആസാദിന്റെയും കേരളം എന്ന് പറയുന്ന അബ്ദുറഹ്മാൻ സാഹിബിന്റെയും ഈ മൊയ്തു മൗലവിയുടെയൊക്കെ പാരമ്പര്യമാണ് കേരളത്തിലെ കോൺഗ്രസുകാർക്കുള്ളത്. ഇവിടെയാണ് ഈ കേരളത്തിൽ വെച്ചുകൊണ്ടാണ് കോൺഗ്രസിലെ മുസ്ലിം നേതാക്കന്മാർ രാജിവെക്കണമെന്ന ഇത്രയും ജഗുപ്സാവഹമായ ഒരു പ്രസ്താവന ഇദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഇത് വളരെ ധിക്കാരപരമാണ്. മാത്രമല്ല ഇത് ജാതീയ മതസ്പർദ്ധയുണ്ടാക്കുന്ന ഒരു രാജ്യദ്രോഹ കുറ്റം കൂടിയാണ് ഈ പൂക്കുഞ്ഞിനെ പോലുള്ള ആളുകൾ ചെയ്തിട്ടുള്ളത്. വിദ്യാർത്ഥികളുടെ സർഗവാസനകൾ പരിപോഷിപ്പിക്കുന്നതിനും സാഹിത്യ ആസ്വാദനശേഷി വർദ്ധിപ്പിക്കുന്നതിനും സർഗവേദി ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു. മലപ്പുറം ജില്ലയിലെ മുഴുവൻ സ്കൂളുകളിലും സർവശിക്ഷാ അഭിയാന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത്. വിദ്യാരംഗം കലാസാഹിത്യവേദിയുമായി സഹകരിച്ച് കേരളപ്പിറവി ദിനത്തിൽ കുട്ടികൾക്കായി നടക്കുന്ന ക്യാമ്പിൽ സാഹിത്യ സൃഷ്ടികളെ പരിചയപ്പെടൽ, വിവിധ സാഹിത്യ രചന, പ്രകടന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടൽ, കുട്ടികളുടെ സൃഷ്ടികൾ ചേർത്ത് പതിപ്പ് തയ്യാറാക്കൽ എന്നിവ നടക്കും. സ്കൂൾ തല ക്യാമ്പുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവരെ ഉൾപ്പെടുത്തി പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ലാതല ക്യാമ്പുകൾ സംഘടിപ്പിക്കും. സർഗവേദി ക്യാമ്പുകളുടെ നേതൃത്വം വഹിക്കുന്ന അധ്യാപകർക്കുള്ള പരിശീലനം ജില്ലയിലെ 15 BRCകളിലും ആരംഭിച്ചു. AEOമാർ, ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർമാർ, വിദ്യാരംഗം സബ് ജില്ലാ കൺവീനർമാർ എന്നിവർ നേതൃത്വം നൽകി. മലയോര മേഖലയിലെ ഏറ്റവും പഴക്കമുള്ള പുല്ലങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 50ാം വാർഷികം ആഘോഷിക്കുന്നു. 5 മാസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടിയുടെ ഭാഗമായുള്ള വിളംബര റാലി വ്യാഴാഴ്ച നടക്കും. ഡിസംബർ 3 തുടങ്ങുന്ന സുവർണ ജൂബിലി ആഘോഷ പരിപാടികൾ ഏപ്രിൽ 30 സമാപിക്കും. സ്കൂൾ സ്ഥാപിതമായ 1962 മുതൽ വിദ്യാലയത്തിൽ വന്നുപോയ അധ്യാപക വിദ്യാർത്ഥികളുടെ സംഗമമാണ് വാർഷികാഘോഷത്തിലെ പ്രധാന പരിപാടി. വാർഷികാഘോഷത്തിന്റെ ഭാഗമായിട്ട് ഒരു നിത്യസ്മാരകം ഒരുക്കാനും പരിപാടിയുണ്ടെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ പറഞ്ഞു. വ്യാഴാഴ്ച സ്കൂളിൽ തുടങ്ങുന്ന വിളംബര ജാഥ കാളികാവിലേക്കും ചോക്കാട്ടിലേക്കും രണ്ടായി തിരിയും. ഇരു സ്ഥലങ്ങളിലും റാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉദ്ഘാടനം ചെയ്യും. വിളംബര റാലിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികളായ AP അബു, TP സൈനുദ്ദീൻ, P അപ്പുക്കുട്ടൻ, കോമളവല്ലി, PK നാസർ, സിദ്ദിഖ് തുടങ്ങിയവർ പറഞ്ഞു. വിദ്യാർത്ഥികളെയും അന്ന് പഠിപ്പിച്ച അധ്യാപകരെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ ഒരു അന്നത്തെ പൂർവ്വ വിദ്യാർത്ഥികളെയും പൂർവ്വ അധ്യാപകരെയും ഉള്ള ഒരു സംഗമം ഉൾപ്പെടെയുള്ള ആഘോഷ പരിപാടികൾക്കാണ് രൂപം കൊടുത്തിട്ടുള്ളത്. ഈ പരിപാടിയിൽ മന്ത്രിമാര്, MLAമാര്, ജനപ്രതിനിധികള് ഇവരൊക്കെ പങ്കെടുത്തു. ഇനിയൊരിടവേള.